തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ 4 പേരുടെ സാന്നിധ്യമാണ് പോലീസ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. പേര് വിവരം ഉണ്ടോ സാർ? അവരുടെ പേര് 4 പ്രതികളെയാണ് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അഖിൽ, അനീഷ്, അതുപോലെ വിനീത്, പിന്നെ സുമേഷ്, 4 പേരുടെ സാന്നിധ്യം ഈ ഒരു കേസിൽ ഉള്ളതായിരുന്നു. ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലം നേരത്തെ തന്നെ ഉള്ളതായി മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ മറ്റ് ചില കേസുകളിൽ ഇവർ ഉൾപ്പെട്ടതായി പറയുന്നുണ്ട് നാട്ടുകാർ. ഈ കേസിൽ ഇപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ മുൻപ് 2019 നടന്ന ഒരു മർഡർ കേസിലെ പ്രതികളായിട്ടുള്ള ആൾക്കാരാണ്. ആ കേസിന്റെ ട്രയൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അനന്തുവിന്റെ അതിൽ നടന്ന നന്ദു ഗിരീഷിന്റെ ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികളാണ്. പക്ഷെ ആ കേസുമായിട്ട് ഇതിന് പ്രാഥമികമായിട്ട് ഈ ഒരു ഇൻസിഡന്റുമായിട്ട് പ്രാഥമികമായിട്ട് ബന്ധമില്ല. അക്യൂസിന്റെ പ്രീവിയസ് കേസ് ഹിസ്റ്ററി ഡീറ്റെയിൽസുമായിട്ടാണ്. ഇതെന്താണ് സാർ ഇതിന് കാരണമായത്? ഈ കൊലപാതകത്തിന് കാരണമായി എന്താണ് സാർ മനസ്സിലാക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ഇതുവരെയുള്ള പോലീസിന്റെ ഇതൊരു പ്രാഥമികമായ സ്റ്റേജിൽ നിന്ന് ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇലക്ഷൻ്റെ ഡേ വൈകുന്നേരം ഒരു ബാറിൽ വെച്ചുണ്ടായിരുന്ന ഒരു തർക്കം, അതിനെ തുടർന്നുണ്ടായിരുന്ന ഒരു റിവെഞ്ചാണ് ഇതിന്റെ കാരണമായിട്ടാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇവർ വിഴിഞ്ഞത്തുനിന്നൊരു വാഹനത്തിൽ വന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ തന്നെ വാഹനമാണ്, ആയുധം കരുതിയിരുന്നു. വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് റെന്റലായിട്ട് എടുത്തിരിക്കുന്ന വാഹനമാണ്. ഇവരുടെ ബാക്കിയുള്ള അസോസിയേറ്റ്സിനെ പോലീസ് പരിശോധിച്ചു. നേരത്തെ ഉള്ള കേസിൽ പ്രതികളായിട്ടുള്ള ആരൊക്കെയാണ് സാർ ഇതിൽ പ്രതികളായിട്ടുള്ളത്? മുൻപത്തെ കേസുകളിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർ. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് കേസ് ഹിസ്റ്ററി ഉള്ള ആൾക്കാരാണ്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ തവണ നടന്നൊരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു പ്രതികാരം എന്ന രീതിയിൽ വന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള പോലീസിന്റെ നിഗമനം. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രിപ്പറേഷനോട് കൂടിയിട്ട് തന്നെയാണ് ഡ്രൈവർ ഉൾപ്പെടെ ഒരാൾ ഡ്രൈവറായിട്ട് വണ്ടിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. ബാക്കി 3 ആൾക്കാരാണ് സീനിൽ കൃത്യമായ രീതിയിൽ ഉണ്ടായിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കും. എല്ലാ പ്രതികളെയും പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പ്രതികളെ പിടികൂടാനുള്ള ഊർജ്ജ ശ്രമമാണ്. തുടർച്ചയായിട്ട് ലഹരി ഉപയോഗിക്കുന്ന അങ്ങനെ ഒരു ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അന്വേഷണത്തിലുള്ള മാത്രം. ഈ സ്പോട്ടിൽ ഉള്ള ആൾക്കാരെ കൂടാതെ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനകളുണ്ടോ, ഏതെങ്കിലും കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ പങ്ക് ഇതിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ സാർ, ഈ വാഹനം വാഹനം കസ്റ്റഡി പ്രതികളാരെങ്കിലും കസ്റ്റഡിയിലായിട്ട് ഇല്ല. നമ്മൾ ആ പ്രതികളുടെ അസോസിയേഷൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതികളെ പിടികൂടുന്നതിന് ആവശ്യമായിട്ടുള്ള ഊർജിതമായ ശ്രമങ്ങൾ ACP പോർട്ടലിന്റെ ഭാഗത്തു നിന്ന് ഒരു ടീം തന്നെ ഇതിന്റെ പുറകിൽ അന്വേഷണം. സാർ, ഇവർ വാഹനം അങ്ങോട്ട് മാറ്റി നിർത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മരിച്ച യുവാവിനെ അവിടേക്ക് വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അങ്ങനെ അല്ല, അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു സ്റ്റേജിൽ എനിക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അത് അന്വേഷണാവസ്ഥയിലിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതികളെ പിടികൂടാൻ ആവശ്യമായിട്ട് ഊർജ്ജമായ ശ്രമങ്ങൾ പോലീസ് മരിച്ച വ്യക്തിയുടെ ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് 302 പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫോറൻസിക് സംഘം സംഭവ സ്ഥലവും കാറും ഒക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വ്യക്തമാകും. കൊല്ലപ്പെട്ട ആൾക്ക് എന്തെങ്കിലും കേസുമായി ബന്ധമായിട്ടെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ നമുക്ക് മനസ്സിലായി. കേസിൽ ജാമ്യത്തിലായിരുന്നു ഇപ്പോൾ നിലവിലുള്ള പ്രതികളോ? ജാമ്യത്തിലായിരുന്നു. ഓക്കെ. വണ്ടി ഓടിക്കുന്നു. പല തവണ കമ്പി വടികൊണ്ട് തലയ്ക്കടിക്കുന്ന
അറിയിക്കും.